കാർഷിക വാർത്തകൾ. കുരുമുളക് വിപണിയിൽ സജീവമായി യൂറോപ്യൻ രാജ്യങ്ങൾ. ഏലം വിപണിയിൽ കാലാവസ്ഥ വില്ലനായി തുടരുന്നു. റബ്ബർ ഷീറ്റ് വരവ് വീണ്ടും ചുരുങ്ങി. ഉയർന്ന വിലയിൽ കൊപ്ര ശേഖരിച്ച മില്ലുകാർ. ആഗോള വിപണിയിൽ മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ കുരുമുളക് വില അടിക്കടി ഉയർത്തുന്നതിനാൽ തിരക്കിട്ട ചരക്ക് സംഭരണത്തിനുള്ള നീക്കത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. മലേഷ്യയും ഇന്തോനേഷ്യയും പെരുന്നാൾ ആഘോഷങ്ങൾ കഴിയുന്നതോടെ വിപണിയിൽ കൂടുതൽ സജീവമാകും. കൊച്ചിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും മുളക് വില ഉയർന്ന് ഗാർബിൾഡ് ക്വിന്റലിന് 70,900 രൂപയായി. ഉൽപാദന മേഖലയിൽ ലേലത്തിനെത്തിയ ഏലയ്ക്ക പൂർണ്ണമായും ലേലം കൊണ്ടു. വരണ്ട കാലാവസ്ഥ തിരിച്ചടിയായി മാറുമെന്ന ആശങ്കയിൽ ആഭ്യന്തര വ്യവസായികളും കയറ്റുമതിക്കാരും ലേലത്തിൽ പിടിമുറുക്കി. അന്തർ സംസ്ഥാന വാങ്ങലുകാരും ചരക്കിനായി രംഗത്തുണ്ട്. ലേലത്തിൽ വന്ന 24,301 കിലോഗ്രാം ഏലയ്ക്ക മുഴുവൻ വിറ്റു. മികച്ച ഇനങ്ങൾ കിലോ 3,099 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,804 രൂപയിലുമാണ്. റബ്ബർ ഉൽപാദന മേഖലകളിൽ നിന്നും കുറഞ്ഞ അളവിലാണ് ഷീറ്റ് സംസ്ഥാന മുഖ്യ വിപണികളിൽ വിൽപ്പനയ്ക്കെത്തുന്നത്. ഈസ്റ്ററും വിഷുവും മുൻനിർത്തി അടുത്ത വാരം മുതൽ കർഷകർ കൂടുതൽ ചരക്ക് വിപണികളിലേക്ക് നീക്കാനിടയുണ്ട്. 4ാം ഗ്രേഡ് റബ്ബർ 20,600 രൂപയായി ഉയർന്നപ്പോൾ 5ാം ഗ്രേഡ് 20,300 ഇടപാടുകൾ നടന്നു. രാജ്യാന്തര റബ്ബർ അവധി നിരക്കുകൾ നേരിയ റേഞ്ചിൽ നീങ്ങി. നാളികേരോൽപ്പന്നങ്ങളുടെ വില സർവകാല റെക്കോർഡ് നിലവാരത്തിൽ തുടരുന്നു. ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള പച്ചത്തേങ്ങ വരവ് ചുരുങ്ങിയതിനാൽ മില്ലുകാർ വില ഉയർത്തിയാണ് കൊപ്ര ശേഖരിക്കുന്നത്. മാസാന്ത്യം അടുത്ത സാഹചര്യത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരും. വെളിച്ചെണ്ണ 25,900 രൂപയിലും കൊപ്ര 17,300 ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഇറക്കുമതിക്ക് താരിഫ് ഇളവുകൾ പ്രഖ്യാപിച്ച് ഇന്ത്യ. അമേരിക്കയുടെ പരസ്പര താരിഫിൽ ഇളവ് നേടാനാണ് ഇന്ത്യയുടെ നീക്കം. ബദാം, ക്രാൻബെറി തുടങ്ങിയ US കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ ഇന്ത്യ താരിഫ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 2 മുതൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന പരസ്പര താരിഫുകൾ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. കഴിഞ്ഞ മാസം ഇന്ത്യ ബർബൺ വിസ്കിയുടെ തീരുവ 150% നിന്ന് 100% കുറച്ചു. ക്രാൻബെറി, ബദാം, വാൽനട്ട് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 30% മുതൽ 100% വരെയും പയറുകൾക്ക് ഏകദേശം 10% വരെയുമാണ്. പാലുൽപ്പന്നങ്ങൾ, അരി, ഗോതമ്പ്, ചോളം എന്നിവയുടെ നികുതി കുറയ്ക്കലിനെതിരെ സർക്കാർ തലത്തിൽ ഇപ്പോഴും എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. US വിപണിയിലേക്ക് അരി കൂടാതെ മാതള നാരങ്ങ, മുന്തിരി എന്നിവയുടെ കയറ്റുമതിക്ക് കൂടുതൽ വിപണി സാധ്യത തേടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ ബോർഡിന്റെ സബ്സിഡി വിതരണത്തിൽ സാങ്കേതിക പിഴവ്. 40 ലക്ഷം രൂപ ചില കർഷകർക്ക് അധികം നൽകി. ചില കർഷകർക്ക് കൂടുതൽ തുക ലഭിച്ചപ്പോൾ മറ്റ് ചിലർക്ക് കിട്ടിയതാകട്ടെ കുറഞ്ഞ തുകയും. കർഷകർക്കുള്ള 21 കോടി സബ്സിഡി തുകയിൽ 40 ലക്ഷത്തോളം രൂപയാണ് അധികമായി അക്കൗണ്ടുകളിലേക്ക് പോയത്. 900ഓളം കർഷകർക്ക് കൂടുതൽ തുക ലഭിച്ചു. 300ഓളം കർഷകർക്ക് കുറഞ്ഞ തുകയും ലഭിച്ചു. അതേസമയം കൂടുതലെത്തിയ തുക അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാതിരിക്കാൻ ബാങ്കുകൾ നടപടി സ്വീകരിച്ചു. റബ്ബർ കർഷകന് ഹെക്ടർ 1-ന് 40,000 രൂപയാണ് സബ്സിഡി. ഇതിൽ ആദ്യ ഗഡുവായി നൽകിയ 30,000 രൂപയുടെ കാര്യത്തിലാണ് പിഴവ് പറ്റിയത്. കുറഞ്ഞ തുക ലഭിച്ചവർക്ക് ബാക്കിയുള്ള തുക നൽകാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മഴമറ, മരുന്നുതളി എന്നിവയുടെ തുക വിതരണത്തിൽ കാലതാമസം നേരിടുന്നതിലും കർഷകർ പ്രതിസന്ധിയിലാണ്. അതേസമയം സബ്സിഡി വിതരണത്തിൽ പിഴവ് വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നു റബ്ബർ ഉൽപാദക സംഘടനയുടെ ദേശീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇതാദ്യമായി ഓൺലൈനായി പണം വിതരണം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചതാണു കാരണമെന്നാണ് അധികൃതരുടെ വാദം. ആനുകൂല്യ വിതരണം പൂർത്തിയാക്കാൻ ശനിയും ഞായറും റബ്ബർ ബോർഡ് തുറന്നു പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏറെക്കാലത്തിന് ശേഷം വൻ കുതിച്ചുചാട്ടവുമായി കാപ്പി. കൽപ്പറ്റ വിപണിയിൽ 500 രൂപ വർദ്ധിച്ചു. ഉന്മേഷം വീണ്ടെടുത്ത കാപ്പി വില. കൽപ്പറ്റ വിപണിയിൽ 500 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. വേനൽ മഴയുടെ വരവ് കാപ്പി വിപണിയിൽ ഉണർവ് നൽകിയിട്ടുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായുള്ള ഈ മഴ വിളവ് വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ഒക്ടോബറിലാണ് അടുത്ത കാപ്പി സീസണ് തുടക്കം കുറിക്കുക. കൂർഗ, ചിക്കമംഗളൂർ, ഹസൻ മേഖലകളിലും ഉൽപാദനം ഉയർത്തുമെന്നാണ് ലഭ്യമായ സൂചന. റോബസ്റ്റ 50 കിലോ 22,200, 22,900 രൂപയിലും റോബസ്റ്റ ചെറി 50 കിലോ 12,200, 13,200 രൂപയിലുമാണ് കർണാടകത്തിൽ വിപണനം നടക്കുന്നത്. വയനാട്ടിലും നെല്ലിയാമ്പതി മേഖലയിലും അടുത്ത വിളവ് നടപ്പു സീസണിനേക്കാൾ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളാണ് കർഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ കടലയുടെ ഇറക്കുമതി തീരുവ പുനഃസ്ഥാപിച്ചു. ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ. 10% തീരുവയാണ് പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഈ വർഷം ഉയർന്ന വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. പൊതുതാൽപര്യം പരിഗണിച്ചാണ് തീരുവ പുനഃസ്ഥാപിക്കുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കടലയുടെ കസ്റ്റംസ് തീരുവ പുനഃസ്ഥാപിക്കുമ്പോൾ സാധാരണയായി 10% വരുന്ന കാർഷിക അടിസ്ഥാന ഫണ്ട് സെസ് ചുമത്തേണ്ടതില്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്.
10% കസ്റ്റംസ് തീരുവ വളരെ നാമമാത്രമാണ്. അത് വിലയിൽ ഉൾപ്പെടുമെന്നും വ്യാപാരി അസോസിയേഷൻ ചെയർമാൻ ബിമൽ കോത്താരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടിസ്ഥാന താങ്ങുവിലയിൽ പയർവർഗ്ഗങ്ങൾ സംഭരിക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുമെന്ന കേന്ദ്രം. കാർഷിക മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായാണിത്. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇറക്കുമതി കുറയ്ക്കുകയാണ് ലക്ഷ്യം. 2028 മുതൽ 29 വരെ തുവര, ഉഴുന്ന, ചുവന്ന പയർ എന്നിവയുടെ ഉൽപാദനത്തിന്റെ 100% സംഭരിക്കുമെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 2024-25 ഖാരിഫ് സീസണിൽ വില പിന്തുണ പദ്ധതി പ്രകാരം ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ തുവര സംഭരണത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കർഷകരുടെ താൽപര്യം കണക്കിലെടുത്ത് സംഭരണ കാലയളവ് 90 ദിവസത്തിൽ നിന്ന് മെയ് 1 വരെ 30 ദിവസം നീട്ടാൻ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 205, RSS 5 202, ലാറ്റക്സ് 138, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 200, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 400, കുരുമുളക് ഗാർബിൾ 70,900, കുരുമുളക് അൺഗാർബിൾ 68,900, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 25,800, കൊപ്ര 17,300, ചുക്ക് 22,500.